കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി എങ്ങനെയാണ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് വേരിയബിൾസിൻ്റെ ഡാറ്റ ടൈപ്പ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ 4 വീഡിയോസ് വരെ ഉണ്ട്. അത് പോയി കണ്ടതിന് ശേഷം മാത്രം ഇങ്ങോട്ടേക്ക് വരിക. നമ്മൾ സീരീസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ് ഈ PHPൻ്റെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് ഫങ്ഷൻസ് ആണ്. എങ്ങനെയാണ് സ്ട്രിങ് ഫങ്ഷൻസ് വർക്ക് ആകുന്നത്. ഒരു സ്ട്രിങ് വാല്യൂ ഒരു വേരിയബിളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പലതരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിലോ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് പറയില്ല. ഞാനൊരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു 5-6 സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഗൂഗിളിൽ PHP സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്ട്രിങ് ഫങ്ഷൻസ് എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ $name എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ജിഷാദ് എന്ന് പറയുന്ന എൻ്റെ പേര് ഇവിടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ അസൈൻ ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് എക്കോ ചെയ്യാം. എൻ്റെ പേര് ഒന്ന് എക്കോ ചെയ്യാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാമല്ലോ എന്താണ് സ്ഥിതി എന്നുള്ളത്. സോ ഇതല്ലേ എൻ്റെ പേര് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഈ പേര് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ വേർഡ് മാറ്റാട്ടോ. ഒരു മിനിറ്റ്, ഹലോ വേൾഡ് എന്നാക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്യുന്നു. ഹലോ വേൾഡ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ സ്ട്രിങ്ങിനെ പറ്റി അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമുക്ക് സ്ട്രിങ് ഫങ്ഷൻസ് യൂസ്ഫുൾ ആയിട്ട് വരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്ട്രിങ്ങിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്ത് എത്ര ലെങ്ത്ത് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഫംഗ്ഷനാണ് strlen. സ്ട്രിങ് ലെങ്ത്തിൻ്റെ ഷോർട്ട് ഫോമാണ് strlen എന്ന് പറഞ്ഞിട്ട് അതിനൊരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വേരിയബിളിനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊന്ന് റൺ ചെയ്തിട്ട് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ല 11 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ലെങ്ത്ത് 11 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഇതിവിടെ 5 എണ്ണം ഇവിടെയും 5 എണ്ണം ടോട്ടൽ 10 അല്ലേ വരാൻ പാടുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഈ ഒരു ഈ സ്പേസും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കൂട്ടും. അങ്ങനെയാണ് ടോട്ടൽ 11 കിട്ടുന്നത്. സ്ട്രിങ്ങിൻ്റെ ഉള്ളിലെ സ്പേസും കാര്യങ്ങളും അടക്കം അതിൻ്റെ അകത്തേക്ക് വരികയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ strlen എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ എക്കോ ചെയ്യുന്നത് നേരെ ഫംഗ്ഷൻ അടിച്ചിട്ടാണല്ലോ എക്കോ ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം ഈ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റേനെ നമുക്ക് എന്താക്കാം, ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കാം. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കാം. അതിൻ്റെ അകത്ത് strlen എന്ന് പറഞ്ഞിട്ട് $name എന്നിട്ടൊരു ഈ വേരിയബിളിനെ മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ല. അതായത് നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ നെയിമിൻ്റെ str ലെങ്ത്ത് എടുത്തിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ചു. ദെൻ ഔട്ട്പുട്ടിനെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയേക്കാം. സെയിം റിസൾട്ട് തന്നെ, വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത് ഇത് ഞാൻ ടു ഫൈൻഡ് ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് വെച്ചിട്ട് നമുക്ക് എഴുതി വെക്കാം. ഒരു കമൻറ്റ് എഴുതി വെച്ചേക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് strlen കഴിഞ്ഞിട്ട് str വേർഡ് കൗണ്ട്. ഓക്കെ, str വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് എത്ര വേർഡ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താക്കാം, ഇതിനെ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണല്ലോ. അടുത്തതെന്ന് പറയുന്നത് str വേർഡ് കൗണ്ടാണ്. എത്ര വേർഡ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ 2 വേർഡ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടി. ഹലോ വേൾഡ് രണ്ട് വേർഡായിട്ട് കിടക്കുന്നതുകൊണ്ട് ഹലോ വേൾഡ് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചിട്ട് നോക്കാം. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഒറ്റൊന്നേ കാണിക്കുന്നുള്ളൂ. അപ്പം എത്ര വേർഡ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് PHP അത് കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കാണിക്കുന്നത്. അതിനാണ് ഈ ഫംഗ്ഷൻ കാണിക്കുന്നത്. ടു ഫൈൻഡ് ഹൗ മച്ച് വേർഡ്സ് ഇൻ സ്ട്രിങ്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ str വേർഡ് നോക്കി. ഇനി അടുത്തത് strrev. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം. റിഫ്രഷ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാത്ത തരത്തിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിങ്ങട്ട് എഴുതിയതാണ്, വേറെ ഒന്നുമില്ല. അതായത് റിവേഴ്സ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടു ഗെറ്റ് ദ റിവേഴ്സ് സ്ട്രിങ്. ഓക്കെ, ടു ഗെറ്റ് ദ റിവേഴ്സ് സ്ട്രിങ് ആണ് ഈ str റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്
ഇനി എന്താ ഫംഗ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ഉണ്ട്. str to lower എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നത് നോക്കാം. str lower റീഫ്രഷ് ചെയ്യുന്നു. ഇതല്ലേ എല്ലാ സാധനത്തിനെയും ലോവർ സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. str lower കൺവേർട്ട് ടു സ്മോളർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തു. അടുത്തത് എന്താ നടക്കുക? ഓരോരോ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇതുപോലെ കുറേ ഉണ്ട്. str to ലോവറിന് പകരം str to അപ്പർ കൊടുത്ത് നോക്കിയപ്പോൾ റിഫ്രഷ് ഇതുണ്ടല്ലേ ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി അപ്പർ കേസിൽ കിട്ടി. ഓക്കെ, അടുത്തത് ഇനി ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യമാണ്. ഡോളർ ഔട്ട്പുട്ട് ഈക്വൽ ടു strPOS. ഓക്കെ, POS എന്ന് പറഞ്ഞാൽ അവിടെ VS കോഡ് തന്നെ കാണിച്ചിരുന്നത്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് എ സബ്സ്ട്രിങ് ഇൻ എ സ്ട്രിങ്. ഓക്കെ, സോ ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് എ സബ്സ്ട്രിങ് ഇൻ എ സ്ട്രിങ്. അപ്പോൾ ഫസ്റ്റ് ഒക്കറൻസ് എന്താണ്? ഹലോ എന്ന് പറയുന്നത് വേണ്ട, ഹലോ വേണ്ട, നമുക്ക് വേൾഡിനെ കൊടുക്കാം. വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ വേൾഡ് എന്ന് പറയുന്ന വേർഡിനെ ഡോളർ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ എത്രാമത്തെ തവണയാണ് അത് കിടക്കുന്നത് എന്നുള്ളത്, ഇത് തിരിഞ്ഞു പോയിട്ടോ. ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് വേൾഡ് എത്രാമതായിട്ടാണ് കിടക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. റിഫ്രഷ് ചെയ്യുന്നു. 6ാമതായിട്ടാണ് വേൾഡ് എന്ന് പറയുന്ന വാല്യൂ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 5 സ്പേസ് കഴിഞ്ഞിട്ട് 6ാമതാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ str റീപ്ലേസ്. അതായത് ഈ മുകളിലെ സ്ട്രിങ്ങിൽ ഒരു വാല്യൂവിനെ മാറ്റി, ഒരു സെക്ഷനെ മാറ്റി വേറൊരു ഇതാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഏത് വാല്യൂവിനെയാണോ മാറ്റേണ്ടത്, ഹലോ വേൾഡ് എന്ന് പറയുന്ന വാല്യൂവിനെ, അത് കേസ് നോക്കണം, വേൾഡ് എന്ന് പറയുന്ന വാല്യൂവിനെ വേർഡിനെ മാറ്റി എനിക്ക് എന്താക്കണം, ജിഷാദ് എന്ന് പറഞ്ഞിട്ടാക്കണം. അത് ഏത് വേരിയബിളിനാണ്? നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. വേൾഡ് എന്ന് പറയുന്ന ഈ മുകളിലത്തെ സ്ട്രിങ്ങിൽ നിന്നും വേൾഡിനെ മാറ്റി ജിഷാദാക്കണം. അത് ഈ സ്ട്രിങ് ആണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണമല്ലോ, എന്നാലും അത് വർക്കാവുള്ളൂ. സോ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. കണ്ടില്ലേ, മാറി വന്നിട്ടില്ലേ? സോ ഇതാണ് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. str ലോവർ, പിന്നെ UC വേറൊരു സാധനം കൂടി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഞാൻ ജസ്റ്റ് ഇത് സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. മുകളിൽ സ്മോൾ ലെറ്ററിൽ കൊടുത്തിട്ട് ഡോളർ ഔട്ട്പുട്ട് ഈക്വൽ ടു UC വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഡോളർ നെയിം. ഇതൊക്കെ സ്ട്രിങ് ഫങ്ഷൻസ് ആണ് കേട്ടോ. റിഫ്രഷ് ചെയ്യുന്നു. ഇതുണ്ടോ, UC വേർഡ്സ്, അപ്പർ കേസ് വേർഡ്സ്, ഓരോ വേർഡ്സിനെയും അപ്പർ കേസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ UCക്ക് വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, UC ഫസ്റ്റ്. അതന്നെ UC ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ പേരൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് UC ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ പേരാണ് ഇവിടെ, ഞാനിപ്പോൾ ഡാറ്റാബേസിൽ സേവ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സ്മോൾ ലെറ്ററിലാണെന്ന് വിചാരിക്കും, നമുക്ക് കിട്ടിയ വേരിയബിളിലേക്ക്. പക്ഷേ നമുക്ക് എന്താക്കണം, UC ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്യുന്ന സമയത്തല്ലോ ഫസ്റ്റ് പേര് കാണിക്കുന്നതിൻ്റെ ആ വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഫസ്റ്റ് ലെറ്ററിനെ ക്യാപിറ്റൽ ചെയ്തിട്ട് കാണിച്ചു തരും. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫങ്ഷൻസ്, സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസ് അവൈലബിൾ ആണ് PHPൻ്റെ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, PHPൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബിൽ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിത് പറഞ്ഞു പോകുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പറഞ്ഞു പോയാൽ ഇതിപ്പോൾ ഒന്നും തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ നോക്കി കുറച്ചൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കണം, അല്ലാണ്ട് പഠിക്കത്തില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇടുക. വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്തിട്ട് എറർ അടിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് കയറി ജോയിൻ ചെയ്തിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. ദെൻ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ, ദയവ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ശരി, ബൈ.